നമസ്കാരം. നമ്മളെല്ലാവരും വാട്സാപ്പും ടെലിഗ്രാമും സിഗ്നലും ഒക്കെ തന്നെ ദൈനംദിന ജീവിതത്തിൽ ഭാഗമാക്കിയവരാണ്. എന്നാൽ 2026 ഫെബ്രുവരി 28 ഇന്ന്, അതായത് ഈ മെസ്സേജിംഗ് ആപ്പുകളുടെ പ്രവർത്തനത്തിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാർ പുതുതായിട്ട് കൊണ്ടുവന്ന സിം ബൈൻഡിംഗ് നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ നിങ്ങളുടെ ഫോണിൽ ആക്റ്റീവായ സിം കാർഡ് അല്ലെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയ ആപ്പുകൾ പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യം വരും. എന്താണ് ഈ പുതിയ നിയമമെന്നും ഇത് നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതത്തെയും സോഷ്യൽ മീഡിയ ഉപയോഗത്തെയും എങ്ങനെയൊക്കെ ബാധിക്കുമെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. അതോടൊപ്പം തന്നെ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മളെല്ലാവരും നിലവിൽ ഇപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പോലെയുള്ള UPI ആപ്പുകളൊക്കെ തന്നെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും ഈ സംവിധാനം ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും. സുരക്ഷാ കാരണങ്ങളാൽ രജിസ്റ്റർ ചെയ്ത സിം കാർഡ് ഫോണിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ബാങ്കിംഗ് ആപ്പുകൾ പ്രവർത്തിക്കുകയുള്ളൂ. സിം കാർഡ് ഊരി മാറ്റിയാൽ ഉടൻ തന്നെ ആപ്പുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുകയും പണമിടപാടുകൾ തടസ്സപ്പെടുകയും ചെയ്യും. ഇതേ സെക്യൂരിറ്റി മാനദണ്ഡം തന്നെയാണ് ഇനി മുതൽ വാട്സാപ്പ്, ടെലഗ്രാം തുടങ്ങിയ ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പുകളിലും നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. അതായത് വെറും വൈഫൈ കണക്ഷൻ മാത്രം ഉപയോഗിച്ച് സിം ഇല്ലാത്ത ഫോണിൽ വാട്സാപ്പ് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഇതുവരെയുള്ള രീതി അനുസരിച്ച് ഒരിക്കൽ ഒരു നമ്പറിൽ വാട്സാപ്പ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ സിം കാർഡ് ഫോണിൽ നിന്ന് നീക്കം ചെയ്താലും വൈഫൈ ഉപയോഗിച്ച് നമുക്ക് മെസ്സേജുകൾ അയക്കാനും കോളുകൾ ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കുമായിരുന്നു. എന്നാൽ പുതിയ ഈ നിയമം വരുന്നതോടെ ഇത് പൂർണ്ണമായും തടയപ്പെടും. അതായത് ഏത് നമ്പറിലാണോ നമ്മുടെ അക്കൗണ്ട് ഉള്ളത് ആ സിം കാർഡ് നമ്മുടെ ഫോണുകളിൽ ലൈവായി തന്നെ ഉണ്ടായിരിക്കണം. ഫോണിൽ മാത്രമല്ല, ലാപ്ടോപ്പിലും ടാബ്ലറ്റിലും ഒക്കെ തന്നെ വാട്സപ്പ് വെബ് ഉപയോഗിക്കുന്നവർക്കും പുതിയ നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. സുരക്ഷ മുൻനിർത്തി ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും നിങ്ങളുടെ വെബ് സെക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ലോഗ് ഔട്ട് ആവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത്. ഇനി എന്തിനാണ് കേന്ദ്ര സർക്കാർ ഇത്രയും കടുത്ത നിയമം കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ, സൈബർ ലോകത്തെ ചതിക്കുഴികൾ, തട്ടിപ്പുകൾ തടയുക എന്നത് മാത്രമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. സൈബർ തട്ടിപ്പുകാർ പലപ്പോഴും വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് സിം കാർഡുകൾ സംഘടിപ്പിക്കുകയും അവ ഉപയോഗിച്ച് വാട്സപ്പ് ആക്ടിവേറ്റ് ചെയ്ത ശേഷം സിം നശിപ്പിച്ച് കളയുകയും ചെയ്യാറുണ്ട്. പിന്നീട് വൈഫൈ മാത്രം ഉപയോഗിച്ച് ഇവർ തട്ടിപ്പുകൾ തുടരുമ്പോൾ ഇവരുടെ പക്കൽ നിലവിൽ സിം കാർഡ് ഇല്ലാത്തതിനാൽ കുറ്റവാളികളെ കൃത്യമായി കണ്ടെത്താൻ സൈബർ പോലീസിന്റെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ സിം ബൈൻഡിങ് വരുന്നതോടെ കുറ്റവാളികളെ ഡിജിറ്റലായിട്ട് ട്രാക്ക് ചെയ്യാനും തട്ടിപ്പുകൾക്ക് അറുതി വരുത്താനും എളുപ്പത്തിൽ ഇവർക്ക് സാധിക്കും. ഈ പുതിയ നിയമം മൂലം ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നതും വസ്തുത തന്നെയാണ്. ഉദാഹരണത്തിന്, വിദേശയാത്ര ചെയ്യുന്നവർ അവിടെ പോയി ലോക്കൽ സിം കാർഡുകൾ ഫോണിലിടുമ്പോൾ തങ്ങളുടെ ഇന്ത്യൻ വാട്സപ്പ് നമ്പർ പ്രവർത്തിക്കുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. എന്നാൽ നിലവിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം നിങ്ങളുടെ ഇന്ത്യൻ സിം കാർഡ് ഫോണിൽ സെക്കൻഡറി സിം ആയിട്ട് നിലനിർത്തുകയും വൈഫൈ കണക്ഷൻ ഉണ്ടാവുകയും ചെയ്താൽ വാട്സപ്പ് ഉപയോഗിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല. എങ്കിലും ഒരു സിം കാർഡ് ഉപയോഗിച്ച് ഒന്നിലധികം ഫോണുകളിലൊക്കെ തന്നെ ഒരേ സമയം വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കും ഇതിന്റെ ഭാഗമായി ചില നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഈ നിയമം നടപ്പിലാക്കാനുള്ള സമയപരിധി ഫെബ്രുവരി 28 ഇന്ന് അവസാനിക്കുകയാണെന്നും കാലാവധി ഇനി നീട്ടി നൽകില്ലെന്നും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൃത്യമായ സിം കാർഡ് ഉള്ള ഫോണുകളിൽ തന്നെയാണോ ഉള്ളത് എന്ന് ഇപ്പോൾ തന്നെ ഉറപ്പുവരുത്തുക. ഈ സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും എല്ലാം തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.